ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നമുക്ക് പ്രയോജനപ്രദമാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് ചാക്സൺ റൈസ് കുക്കറിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വാഷർ ലൂസാണെങ്കിൽ നമ്മൾ കുക്കറിൻ്റെയൊക്കെ വാഷർ നമ്മൾ ഫ്രീസറിനകത്ത് വെച്ചെടുക്കാറുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഇതും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് അങ്ങനെ പെട്ടെന്നൊന്നും വലിഞ്ഞു പോകത്തില്ല, വർഷങ്ങളാകുമ്പോഴത്തേനാണ് ഇത് വലിഞ്ഞു പോകുന്നത്. അപ്പം നമുക്കത് ഫ്രീസറിനകത്ത് വെച്ചിട്ട് ഇടാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ലൂസാണെങ്കിൽ അതിനകത്ത് റബ്ബറും കൂടെ ഇട്ട് കൊടുക്കാം. വലിയ റബ്ബർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഈ തട്ട് വയ്ക്കാതെ ചോറ് വയ്ക്കരുത്. കാരണം തട്ട് വയ്ക്കാതെ ചോറ് വെച്ചാൽ ആ ഭാഗത്ത് അത്രയും കറുത്ത് ആകെ എന്തോന്നായിപ്പോവും. അപ്പോൾ ഇതേപോലെ വേണം ചോറ് വെക്കുന്നതിന്. അപ്പം ആ തട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു തട്ടാണേലും വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ വാഷർ എപ്പോഴും താഴോട്ട് നീങ്ങിക്കിടക്കും. അപ്പോൾ ചോറ് വെന്തില്ല എന്ന് നമ്മളെല്ലാവരും പറയും. പക്ഷേ അത് ശ്രദ്ധിക്കാറില്ല ആരും. ആ വാഷർ മേപ്പോട്ട് കയറ്റിയിട്ട് കൊടുക്കണം എല്ലാവരും. ആ വാഷർ കാരണം സ്ഥിരം നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്നില്ല. അപ്പം ഇതേപോലെ അടച്ചടച്ച് വരുമ്പോൾ വാഷർ താന്നു പോവും, വാഷർ ലൂസാകുന്നതൊക്കെ സമയത്ത്. അപ്പം പുതിയതാണെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ചാക്സൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അരിയിടാൻ വേണ്ടി. അപ്പം ഞാനിപ്പോൾ ഇൻഡക്ഷനിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വെള്ളം ചൂടായി വരുമ്പം തന്നെ അരി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് തിളച്ചാൽ മാത്രം മതി. തിളച്ചുടനെ നമുക്ക് അതിനകത്ത് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ നല്ല വേവുള്ള അരിയാണെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റെങ്കിലും നമ്മൾ സ്ലോയിൽ ഇട്ട് അടുപ്പത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം നല്ല വേവുള്ള അരിയാണെങ്കിൽ അത്രയും നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. സ്ലോയിലിട്ടിട്ട് നമ്മൾ ഈ റൈസ് കുക്കറിനകത്ത് ഇറക്കി വെച്ചാൽ മതി. അപ്പം വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ രാത്രി തന്നെ ഇതേപോലെ തിളപ്പിച്ച് വെച്ചതിന് ശേഷം രാവിലെ നമ്മൾ ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് ഇതേപോലെ ഇറക്കി വയ്ക്കുക. ഒരു 10 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഇറക്കി വയ്ക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് വാഷർ ലൂസാണെങ്കിൽ ഇതിൻ്റെ പുറത്ത് വലിയ റബ്ബർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ബലമായിട്ട് തന്നെ ഇരിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ അടയ്ക്കുമ്പോഴത്തേന് നല്ല ബലമായിട്ടിരിക്കും. കാരണം ഇത് ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള ചാക്സൺ റൈസ് കുക്കറാണ്. അപ്പോൾ നമുക്ക് വളരെ പ്രയോജനമാണിത്. അപ്പോൾ അതുകൊണ്ട് അടച്ചിട്ട് തുറക്കുമ്പോൾ നല്ല ബലമായിരിക്കും. കണ്ടോ, വലിച്ച് തുറന്നാൽ തന്നെയും തുറക്കത്തില്ല. അപ്പോൾ ഇതേപോലെ റബ്ബർ ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ വാഷർ താഴോട്ട് നീങ്ങിപ്പോയാൽ നമ്മൾ മേളിലോട്ട് കയറ്റിയിട്ട് കൊടുത്തിട്ട് അടയ്ക്കാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ചോറ് വെന്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യം ശ്രദ്ധിക്കണം. അതേപോലെ കലം ഇതിനകത്ത് മുട്ടി നിൽക്കാൻ പാടില്ല. കുറച്ച് സ്പേസ് ആ ചുറ്റുവശവും ഇതേപോലെ ഇട്ട് കൊടുക്കണം. അതിനകത്ത് മുട്ടുന്ന കലം മേടിക്കരുത് ചോറ് വയ്ക്കാൻ വേണ്ടി. അപ്പം ഇനിയിപ്പം നമുക്കിതിനകത്ത് ഇതേപോലെ അടച്ച് നല്ലോണം വെച്ചാൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ വേവാത്ത അരിയാണെങ്കിൽ രാവിലെ നമ്മൾ ഒന്നുകൂടെ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റോ അതല്ലെങ്കിൽ അരമണിക്കൂറോ ഓരോ അരിയുടെ വേവനുസരിച്ചിരിക്കും. നമുക്ക് ഏറ്റവും നല്ലത് നല്ല വേവുള്ള അരി എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്യാസിനകത്താണേലും ഇൻഡക്ഷനിലാണേലും ഒരു 10-15 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ ഇറക്കി വെക്കുമ്പോഴത്തേന് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം ഇതുപോലെ ചാക്സൺ മേടിക്കുന്നവർ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കിങ്ങനെയൊക്കെയുള്ള ഗ്യാസ് ലാഭമാകും. കാരണം ചോറ് വേവുള്ള അരിയൊക്കെ വയ്ക്കുമ്പോഴത്തേനും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഗുളിക പാരസെറ്റാമോളൊക്കെ ലാസ്റ്റ് ആകുമ്പോൾ അങ്ങ് കളയുമല്ലോ. അതല്ല എക്സ്പയറി ഡേറ്റ് ആയാലും നമ്മളത് കളയും. അപ്പോൾ അത് കളയേണ്ട കാര്യമില്ല. അത് ഇതേപോലെ എടുത്തിട്ട് നമുക്ക് പൊടിച്ചിട്ട് നമുക്ക് അപ്പോൾ ഇതേപോലെ ഒന്ന് പൊടിച്ച് കൊടുത്താൽ മതി. പൊടിച്ചിട്ട് നമുക്കൊരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ഗുളിക പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം കലക്കിയതിന് ശേഷം നമ്മുടെ ബാത്റൂമിലെ ക്ലോസറ്റ്, അതേപോലെ തന്നെ വാഷ് ബേസിൻ, നമ്മുടെ അടുക്കളയിലെ സിങ്ക്, ഇതിനകത്തൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. രാത്രി എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒഴിച്ചു കൊടുത്താൽ അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പാറ്റ, ഉറുമ്പ് ഇങ്ങനെയൊക്കെയുള്ള ശല്യം ഒഴിഞ്ഞു കിട്ടും. നമ്മൾ രാവിലെ നോക്കുമ്പോഴത്തേന് പാറ്റ ഒന്നും തന്നെ സിങ്കിനകത്തോട്ടൊന്നും കയറത്തില്ല. കാരണം അത്ര നല്ലൊരു എഫക്റ്റാണ് ഈ ഗുളികയ്ക്ക്. അതുമാത്രമല്ല, ഈ ഗുളിക പൊടിച്ചിട്ട് നമ്മൾ ഗോതമ്പ് പൊടിയിലൊക്കെ കുഴച്ചിട്ട് ചെറിയ ഉരുളകളാക്കി എലി വരുന്ന സ്ഥലത്തൊക്കെ വെച്ച് കൊടുത്താലും എലികളൊന്നും ഭാഗത്തോട്ടേ വരത്തില്ല. അത് നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഓരോന്നും നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ വീണ്ടും കാണാം പുതിയ ടിപ്സുകളുമായി. താങ്ക്സ്.